ഹായ് ഫ്രണ്ട്സ്, ലേൺ പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാസീവ് വോയിസ് ആണ്. ടീച്ചർ ഈസ് വാച്ചിങ് അസ്. ഇതിൻ്റെ പാസീവ് വോയിസ് വരുമ്പോൾ എങ്ങനെയാണ്? ഈസ് വാച്ചിങ് ആണ്. അപ്പോൾ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബീയിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളിനുള്ള ഫോമിലായിരിക്കും കിടക്കുക. ബീയിങ് ഈസാമാറോ അസറോ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? ബീയിങ് ആഡ് ചെയ്യുക പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ എന്താണ് നമ്മൾ എഴുതുക? വി ആർ ബീയിങ് വാച്ച്ഡ് ബൈ ദ ടീച്ചർ. അപ്പോൾ ആൻസർ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നെയ്തർ യു നോർ ഐ ഹാപ്പി. എങ്ങനെയായിരിക്കും? ഓർ, ഐദർ ഓർ, നൈദർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഇവയൊക്കെ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനനുസരിച്ചായിരിക്കും എപ്പോഴും എഴുതുക. ഇവിടെ സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ്? ഐ ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ആം ആണ് അല്ലേ? ഐയുടെ ഒപ്പം നമ്മൾ എഴുതുന്നത് ആം ആണ്. അപ്പം നൈദർ യു നോർ ഐ ആം ഹാപ്പി. അടുത്ത ക്വസ്റ്റ്യൻ യൂസ് ദ കറക്റ്റ് ഫ്രേസൽ വേർബ്. When the principal retired, a senior teacher dashed the charge. എന്താ വരിക? നമ്മൾ ചാർജ് എന്തെന്നാ പറയുക? ചാർജ് ടേക്ക് ഓവർ ചെയ്തു എന്നാ പറയുക അല്ലേ? അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്? ടുക്ക് ഓവർ ദ ചാർജ്. സീനിയർ ടീച്ചർ ടുക്ക് ഓവർ ദ ചാർജ്. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. He said to me, take a look at yourself in the mirror. He said to me, take a look at yourself in the mirror. ഇത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ്? ഇതൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസിൻ്റെ ടാഗ് റിപ്പോർട്ട് സ്പീച്ച് എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? അതിൽ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോൾഡ്, ഓർഡേഡ്, റിക്വസ്റ്റഡ്, പ്രേഡ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സന്ദർഭത്തിനനുസരിച്ച് ആക്കുക. പിന്നെ ദാറ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ യൂസ് ചെയ്യില്ല. സെൻറ്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടു ചേർക്കുക, അല്ലെങ്കിൽ നോട്ട് ടു ചേർക്കുക. ഇതൊക്കെയാണ് ഫസ്റ്റ് വരുന്ന റൂൾസ്. അപ്പോൾ നമ്മൾ ഇമ്പറേറ്റീവ് സെൻറ്റൻസിൽ എന്തായിരിക്കും ഇവിടെ? ഹി സെഡ് ടു മീ ടേക്ക് എ ലുക്ക് അറ്റ് യുവർ സെൽഫ് ഇൻ ദ മിറർ. ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹി ടോൾഡ് മീ ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഓർഡേഡെന്നോ പ്രേഡെന്നോ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഹി ടോൾഡ് മീ എന്താണ്? ടു ചേർക്കുക. ടു ടേക്ക് എ ലുക്ക് അറ്റ് യുവർ സെൽഫ് എന്നുള്ളത് എന്താവും? മൈ സെൽഫ് ആവും. He said to me to take a look at myself in the mirror. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ സപ്ലൈ ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ് us have a dinner together. Let us have a dinner together. Let us വരുമ്പോൾ എന്തായിരിക്കും? shall we. ഓപ്ഷൻ ഡി ആണ്. Complete the sentence. If I had time. ഇഫിന് 3 ക്ലോസ് ഉണ്ട് അല്ലേ? 3 ടൈപ്പ് ഉണ്ട് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതാ വരുന്നിരിക്കുന്നത് ഹാഡ് കണ്ട ഉടനെ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് എടുക്കരുത്. ഇവിടെ ഹാഡ് വന്നിട്ട് ഹാഡിന് ശേഷം വരുന്നത് എന്താണ്? നൗൺ ആണ്. ഹാഡിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുമ്പോഴാണ്, അല്ലെങ്കിൽ V3 വരുമ്പോഴാണ് അത് എന്താവുന്നത്? പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറുന്നത്, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. ഇതിപ്പോൾ നൗൺ വരുമ്പോൾ എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് പ്ലസ് വുഡ്, കുഡ്, ഷുഡ് ഓർ മൈറ്റ് പ്ലസ് V1 അതാണ് ഫോം വരുന്നത്. അപ്പോൾ ഏതാണ്? ഐ കുഡ് അറ്റൻഡ് ദ ഫംഗ്ഷൻ. ഐ കുഡ്, ഇഫ് ഐ ഹാഡ് ടൈം ഐ കുഡ് അറ്റൻഡ് ദ ഫംഗ്ഷൻ. അത്രയും മതി. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വെൻ വി സോ രാജു ഇൻ ദ ഈവനിങ് ഹി വാസ് ഓൾ ഇൻ എ ഫോഗ് അബൌട്ട് വാട്ട് ടു ഡു. ദ ഇഡിയം ഓൾ ഇൻ എ ഫോഗ് മീൻസ്, അവിടെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കതിൻ്റെ ആൻസർ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. കോൺഫിഡൻറ്റ്, കാം, കൺഫ്യൂസ്ഡ്, ഹാപ്പി. ഏതാണ്? കൺഫ്യൂസ്ഡ് ആണ് അല്ലേ? എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് ഓൾ ഇൻ എ ഫോഗ് എന്ന് പറയുന്നത്. കൊണ്ട് മഞ്ഞിൽ പെട്ടുപോയ ആ ഒരു അവസ്ഥ അല്ലേ? ഓൾ ഇൻ എ ഫോഗ്, അതാണ് കൺഫ്യൂസ്ഡ് എന്നാണ് അവിടെ വരിക. ഫോറിൻ ടേം ഡീജുവർ. ഡീജുവർ മീൻസ് ബൈ റൈറ്റ്. ഡീജുവർ മീൻസ് ബൈ റൈറ്റ് ആണ്. ചൂസ് ദ റോങ് സെൻറ്റൻസ്. കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക. ദ ഗേഞ്ചസ് ഈസ് എ സേക്രഡ് റിവർ. മാർക്കോണി ഡിസ്കവേർഡ് റേഡിയോ. പസഫിക് ഓഷ്യൻ ഈസ് ഫുൾ ഓഫ് വോൾക്കാനോ. ഇവിടെ കണ്ടോ എന്താണ്? ഡിസ്കവേർഡ് എന്നുള്ള വേർഡാണ്.
അതായത് നമ്മളൊരു പ്രപഞ്ചത്തിലുള്ള ഒരു സാധനം എടുക്കുമ്പോൾ അതിനെങ്ങനെ ഡിസ്കവേർഡ് എന്ന് പറയാം. പുതിയതായിട്ടൊരു സാധനം ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ എന്താ പറയുക, കണ്ടുപിടിക്കുമ്പോൾ അതിനെന്താ പറയുക, ഇൻവെൻ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ മാർക്കോണി ഇൻവെൻറ്റഡ് റേഡിയോ എന്ന് വേണമായിരുന്നു പറയാനായിട്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് റോങ്. ചൂസ് ദ റോങ് വൺ. ഓസിസ്, ഡാറ്റം, ഡാറ്റ, ക്രൈസിസ്, ഇൻഡെക്സസ് അതാണ് തെറ്റിയിട്ടുള്ളത്. ഇൻഡിസസ് എന്നാണ് പറയേണ്ടത്. ഇൻഡിസസ് INDICES ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ റോങ് ആയിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോഡികൾ കണ്ടെത്തുക. ഏതാണ്? സൂനം, ദളം. സൂനം എന്താ? പുഷ്പമാണ്. ദളം എന്ന് പറഞ്ഞാൽ ഒരു ഇതളാണ് അല്ലേ. അമ്പുതം മേഘമാണ്. അമ്പരം ആകാശമാണ്. രജനി രാത്രി, യാമിനി രാത്രി. അപ്പോൾ അതാണ് ഒരേ അർത്ഥത്തിലുള്ള പദജോഡികൾ. രണ്ടും സി വരുന്നതാണ്. രജനി, യാമിനി. തടിനി എന്താണ്? പുഴയാണ്. അമ്പുതി എന്ന് പറഞ്ഞാൽ അമ്പുതി, വാരുതിയൊക്കെ സമുദ്രമാണ്. പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഏതിനും മീതെയാണ് പണം എന്നതാണ് അതിൻ്റെ അർത്ഥം. ആ ചൊല്ലിൻ്റെ അർത്ഥം ഏതിനും മീതെയാണ് പണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. പൂജക ബഹുവചനം ഏതാണ്? അധ്യാപകർ, ആചാര്യർ, മനുഷ്യർ, അച്ഛന്മാർ. ആചാര്യർ ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? ബഹുവചനങ്ങൾ തന്നെയാണ്. പൂജക ബഹുവചനമായിട്ട് ഉപയോഗിക്കുന്നത് ആചാര്യരാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ആചാര അനുഷ്ഠാനങ്ങൾ എന്ന സമസ്ത പദത്തെ ഘടകമാക്കുന്നത് എങ്ങനെയാണ്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്നാണ് ആചാര അനുഷ്ഠാനങ്ങളെ ഘടകങ്ങളാക്കുന്നത്. ലളിതോദാഹരണങ്ങൾ എന്നത് പിരിച്ചെഴുതുമ്പോഴോ? ലളിതോദാഹരണങ്ങൾ എന്നത് പിരിച്ചെഴുതുന്നത് ലളിത പ്ലസ് ഉദാഹരണം. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. തെറ്റായ വിപരീതപദം രേഖപ്പെടുത്തിയ ജോഡി ഏതാ? മിഥ്യ, തഥ്യ, ഋജു, വക്രം, മന്ദം, ശീഘ്രം. ഇതെല്ലാം കറക്റ്റ് ആണ്. തെറ്റിപ്പോയത് ഏതാണ്? ഹ്രസ്വം, ഹാസ്വമാണ്. ഹ്രസ്വം എന്താണ്? ദീർഘമാണ് അല്ലെ. നമ്പ്യാർ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം. നമ്പ്യാറിന്റെ സ്ത്രീലിംഗമാണ് എന്ത്? നങ്ങ്യാർ. നങ്ങ്യാറാണ് നമ്പ്യാറിന്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ സി. പതിതന്റെ ഭാവം. പതിതന്റെ ഭാവം എന്നതിന്റെ വാക്ക് ഏതാണ്? ഒറ്റപ്പദം ഏതാണ്? പാതിത്യം. പാതിത്യമാണ് പതിതന്റെ ഭാവം. പാതിത്യം. ഓപ്ഷൻ ബി. ശരിയായ വാക്യം ഏതെന്ന് കണ്ടെത്തുക. ഒന്നാമത്തെ വാക്യം, ജാഥകൾ മൈതാനത്ത് ഒന്നിച്ചു ചേരേണ്ടതും യോഗത്തിൽ മന്ത്രി പ്രസംഗിക്കുകയും ചെയ്തു. ശരിയാണോ? അല്ല, തെറ്റാണ്. ചേരേണ്ടതും എന്ന രീതിയിലാണെങ്കിൽ അടുത്തതും ആവും വരുന്ന പോലെ പറയേണ്ടതായിരുന്നു അല്ലേ. അടുത്തത്, സിംഹം മൃഗവും പക്ഷി കഴുകനുമാകുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. എങ്ങനെയാണ്? സിംഹം മൃഗവും കഴുകൻ പക്ഷിയുമാണെന്ന് പറയുന്നെങ്കിൽ ശരിയായേനെ. ഇനി അടുത്തതെന്ന് പറയുന്നത് ചൂടെ അടുത്തതിൽ ഞാൻ ഉടനെ മടങ്ങിപ്പോകാൻ കാരണം കാര്യം മറന്നുപോയത് കൊണ്ടാണ്. രണ്ടും കൂടി വേണ്ടല്ലോ. കാരണവും കൊണ്ടാണ് വേണ്ട. തൊഴിൽ രഹിതരായ 1000-ഓളം യുവാക്കൾ അവിടെ തടിച്ചുകൂടിയിരുന്നു. അത് കറക്റ്റാണ്. ചുവടെ കൊടുത്ത വാക്യങ്ങളിൽ നിന്നും ക്രിയാർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ചിട്ടുള്ളത് ഏത് വാക്യത്തിലാണ്? നിന്ന് എന്ന വാക്ക് ക്രിയാർത്ഥത്തിലല്ലാതെ പ്രയോഗിച്ചു. നിന്നുവിന്റെ ക്രിയാർത്ഥം എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്ന മീനിങ്ങിൽ അല്ലാതെ ഉപയോഗിച്ചിട്ടുള്ളത് എവിടെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹം വഴിയിൽ നിന്ന് സംസാരിക്കുന്നു. അതെ, നിൽക്കുകയാണ്. ഗീത സംസാരിക്കാൻ വഴിയിൽ നിന്നു. അതും നിൽക്കുകയാണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവിടെ വരുമ്പോൾ നിന്നിന് നിൽക്കുക എന്നുള്ള അർത്ഥമില്ല. അവൾ വഴിയിൽ സ്തംഭിച്ചു നിന്നു. അവിടെ നിൽക്കുക എന്നുള്ള മീനിങ് തന്നെയാണ്. അപ്പോൾ ക്രിയാർത്ഥമില്ലാതെ വരുന്നത് സി ആണ്. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിലാണ്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്